എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1757-ാം ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് ആണ്. നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ ശ്രീധരക്കുറുപ്പ് സാറാണ്. ശ്രീധരക്കുറുപ്പ് സാറിനെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടതില്ല. എല്ലാ ദിവസവും നമ്മോടൊപ്പം മിക്കവാറും പറ്റുമ്പോഴെല്ലാം സാറ് നമ്മോടൊപ്പം ഉണ്ട്. സാറ് വ്യത്യസ്ത വേഷങ്ങളിലാണ് സാറ് വരാറുള്ളത്. നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്താറുണ്ട്, നമ്മുടെ ക്ലാസ് കേൾക്കുവാനായി എത്താറുണ്ട്. സാറിൻ്റെതായ കോൺട്രിബ്യൂഷൻസ് എല്ലാ ദിവസവും സാറ് നമുക്ക് തരാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള വ്യക്തിയാണ് ശ്രീധരക്കുറുപ്പ് സാറ്. സാറ് സെൻട്രൽ റിസർച്ച് ഫോർ ഹോമിയോപ്പതിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി റിട്ടയർ ചെയ്ത വ്യക്തിത്വമാണ്. MSc യോഗ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള സാറിന്റെ ക്ലാസ്സാണ് നമുക്ക് ഇന്ന് നടക്കാൻ പോണത്. സാറിന്റെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്നും സാറിന്റെ എല്ലാ ദിവസത്തെ ക്ലാസ്സും വളരെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സാണ്. ഇന്നും നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ശ്രീധരക്കുറുപ്പ് സാറിനെ ഇന്നത്തെ സൂം സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറേ, ക്ലാസ് തുടങ്ങാം. കേൾക്കാമോ കാണാമോ? കേൾക്കാം, നല്ലതുപോലെ കാണാം. സാറിന് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം. ആദ്യമായിട്ട് ഇച്ചിരി ഒച്ചടപ്പുണ്ട്, സോറി. ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ അവസരം തരുന്ന IFPHനും അതുപോലെ ഇവിടെ ദിവസവും കേൾക്കാൻ കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ആദ്യമായി എൻ്റെ കൂട്ടുകൈ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ പ്രൊട്ട എക്സാമുകൾ കഴിയുമ്പോൾ അതുപോലെ എനിക്ക് ഈ കേസ് ടേക്കിംഗ്, അങ്ങനത്തെ വിഷയം കേസ് ടേക്കിംഗ് എന്നുള്ളതാണ്. അതുപോലെ എനിക്ക് ഇത് പഠിപ്പിച്ചു തന്ന കൽക്കട്ടയിലെ ഒരു സീനിയർ മോസ്റ്റ് പ്രൊഫസറായിരുന്നു ഡോക്ടർ ST സമന്ത്, ഡോക്ടർ ദിവാൻ ഹരിചന്ദ്, ഡോക്ടർ DP രസ്തോഗി, അതുപോലെ തന്നെ മഹേന്ദ്ര സിംഗ്, ഇങ്ങനെയുള്ള എല്ലാവർക്കും ഞാൻ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് തുടങ്ങിയിട്ട്, എല്ലാവരും ഈ കേസ് ടേക്കിംഗ് എടുക്കാത്ത ആരും കാണില്ല. കേസ് ടേക്കിംഗ് എടുക്കാതെ ഒരിക്കലും ഒരു പ്രിസ്ക്രിപ്ഷന് സാധ്യമല്ല. അതിന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഞാൻ എടുക്കുന്ന രീതിയാണ്. ഞാനൊരു 10-25 വർഷം മുമ്പ് ഒരു 20-25 കേസ് റെക്കോർഡുകൾ ഡോക്ടർ RP പട്ടേലിൻ്റെ തൊട്ട് ഇന്റർനാഷണൽ CCRH ഇതെല്ലാം വെച്ചിട്ട് ഞാനൊരു 8 പേജുള്ള ഒരു പെർഫോമ തയ്യാറാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പം അന്നേരം ഇതിനിടയ്ക്ക് പലർക്കും പല തരത്തിലുള്ള ഡിഫറെൻ്റ് ഒപ്പീനിയനും കാണാം. പക്ഷേ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, ഞാൻ എപ്പോഴും കേസ് എടുക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടിയത് രോഗിയായിട്ടുള്ള ഒരു റാപ്പോർട്ട്, അവരോടുള്ള ഒരു സമീപനം. അത് വളരെ പ്രധാനമാണ്. അന്നോടനെ ചോദിക്കരുത് എന്നാ പറ്റി എന്നല്ല ചോദിക്കേണ്ടത്. അത് അവരുമായിട്ടുള്ള അവരുടെ പേര് ചോദിച്ചു, എവിടുന്നാണ് വരുന്നത്, അവരോടൊരു ചുറ്റും വേണമെങ്കിൽ ഇച്ചിരി വെള്ളമോ എന്തെങ്കിലും വേണമെങ്കിൽ അത് വേണമെങ്കിൽ. കേൾക്കാമോ? ശരിക്ക് ഒറ്റ ശകലം അടച്ചിരിക്കുന്ന കാരണം കേൾക്കാമോ? കേൾക്കുന്നില്ല. കേൾക്കാം സാറേ. സൗണ്ട് ഇടയ്ക്ക് ഒരു സ്വല്പം കുറഞ്ഞോന്നൊരു സംശയം. ഇത്തിരിയുടെ കൂട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇതിന്റെ മാക്സിമം വെച്ചിരിക്കുന്നത്, എന്റെ കമ്പ്യൂട്ടറിന്റെ മാക്സിമം വെച്ചിരിക്കുന്നു. ഇത്തിരി അടുത്തോട്ടിരിക്കുമ്പോ നല്ല സൗണ്ട് ഉണ്ട് സാറ്, ദൂരോട്ടിരിക്കുമ്പോ ഇച്ചിരി കുറയുന്നു. ഞാനൊരിച്ചിരി ഈസി ആയിട്ടായിരിക്കും, ഇച്ചിരി കൂടെ അടുപ്പിക്കാം. ഇച്ചിരി ദൂരെ ഇരുന്നുകൊണ്ടാ. താങ്ക് യു വെരി മച്ച് ഫോർ കറക്റ്റിംഗ് മീ. അന്നേരം ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ക്ലാസ് കൊണ്ട് തീരുമോന്നറിയാൻ മേല, എന്നാലും തീരുന്നിടത്തോളം തീരട്ടെ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഭാഗം എടുക്കാം. അപ്പം അന്നേരം ആദ്യമായിട്ട് ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ്, അത് വളരെ പ്രാധാന്യമാണ്. അന്നേരം വന്ന ഉടനെ നമുക്ക് ചോദിക്കാം,
എവിടുന്നാ വരുന്നത്, എന്താ വരുന്നത്. വലിയ ഒരു ക്ലിനിക്കൊക്കെ ആണെങ്കിൽ, കൂടുതൽ അസിസ്റ്റൻസ് ഒക്കെ ഇരിക്കുന്നിടത്താണെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ഉള്ള സൗകര്യം കാണില്ല, അസിസ്റ്റൻസ് ആയിരിക്കും ഇതൊക്കെ. എന്നാലും ഇപ്പം അത് കൂടുതൽ ഒബ്സർവേഷനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. കാരണം എന്നും മിക്ക ക്ലിനിക്കുകളിലും വീടുകളിലുമെല്ലാം ഈ ക്യാമറ വെച്ചിട്ടുണ്ട്. ഒരു പേഷ്യൻ്റ് വഴിയിൽ നിന്ന് തന്നെ വരുമ്പം തന്നെ നമ്മുടെ ഈ വെയിറ്റിംഗ് റൂമിലും ഒക്കെ ഉണ്ടെങ്കിൽ പേഷ്യൻ്റ് എന്നാക്കെയാണ് അവിടെ കാണിക്കുന്നത് എന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒബ്സർവേഷൻ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അത് നമ്മുടെ ഒബ്സർവേഷനിൽ കൂടാണ് ഏകദേശം 93% കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. 7% മാത്രമേ ഉള്ളൂ ഈ ബാക്കി കമ്മ്യൂണിക്കേഷനിൽ കൂടെ, സംസാരത്തിൽ കൂടെ മനസ്സിലാക്കുന്നതാണ് റീസെൻറ്റ് റിസർച്ച് പറയുന്നത്. ഒബ്സർവേഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായിട്ട് വരേണ്ടത് പേഷ്യൻ്റ് ദൂരെ നിന്ന് വരുമ്പോഴേ അവർ എന്തൊക്കെ ചേഷ്ടകളാണ് ഈ കാണിക്കുന്നത്, അതായത് വരുമ്പം എന്തൊക്കെയാണെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ആദ്യം ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ്, അതിൻ്റെ ആദ്യം പേഷ്യൻറ്റിനെ വളരെ നമ്മുടെ ബഹുമാനത്തോടു കൂടി വേണം. അപ്പം നമ്മൾ വേറുള്ള ഇതര സിസ്റ്റത്തിൻ്റെ, ഞാൻ പ്രത്യേകം അലോപ്പതി എന്നൊന്നും പറയുന്നില്ല, ഇതര സിസ്റ്റത്തിൽ പറയുന്നത് ഇറ്റ് ഈസ് എ കേസ് ഓഫ് ന്യൂമോണിയ, ഇറ്റ് ഈസ് എ കേസ് ഓഫ് ഡയബറ്റീസ്, ഇറ്റ് ഈസ് എ കേസ് ഓഫ് അങ്ങനെ റൊമാറ്റിസം, ഇറ്റ് ഈസ് എ കേസ് ഓഫ് ആസ്മ, ഇങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഇതിൻ്റെ അകത്ത് വരുമ്പം പേഷ്യൻറ്റിൻ്റെ പേര് മിസ്റ്റർ, മിസ്സസ്, ശ്രീമതി, കുമാരി, കുമാർ എന്നൊക്കെ കൂട്ടി വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരിൽ നിന്നും ഉള്ളതിൽ നിന്നും നമ്മൾക്ക് ഒരു പ്രത്യേകത അവർ ദർശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് കേസുകൾ കൂടിക്കൂടി വരും. കാരണം എങ്ങും കിട്ടാത്ത ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ പേഷ്യൻറ്റിനോട് കാണിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ഒരു അട്രാക്ഷൻ കൂടുതൽ കിട്ടും. അതുകൊണ്ട് റാപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. വന്ന ഉടനെ ഇരിക്കെ കയറി വാ എന്നതാണെന്ന് ചോദിക്കണ്ട. അവസാനം പേര് ചോദിച്ചു. അത് ഞാൻ ഓക്കെ സാറേ, വേറെ കുഴപ്പമില്ല. അത് വേറെ എവിടുന്നോ വന്ന സൗണ്ടാണ്. സാറിന് കുഴപ്പമില്ല, തുടരാം. ഓക്കെ. അതുകൊണ്ട് കേസ് ടേക്കിങ് എന്നാലും ഞാനിത് എടുക്കാനുള്ള കാര്യം, ഈ അടുത്ത കാലത്ത് ഒരു ബിസി പ്രാക്ടീഷണർ, എന്നെക്കാട്ടി സീനിയറാണ്, 2-3 വർഷം BHMS ലാസ്റ്റ് ബട്ട് വണ്ണോമറ്റ, ഒരു ഡോക്ടറോട് ചോദിച്ചു, എന്നോടൊരു സംശയം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കേസ് ടേക്കിങ്ങിന് പറയാൻ പറഞ്ഞു. അന്നേരം ഡോക്ടർ പറഞ്ഞു എന്നാക്കെ, അന്നേരം രണ്ടാമത്തെ ഫോളോ അപ്പാണ്. നേരത്തെ എന്നാണെന്ന് ചോദിച്ചു. നേരത്തെ എന്തൊക്കെ മെഡിസിനാണ് കൊടുത്തത്? കേസ് റെക്കോർഡ്. അങ്ങനെയൊന്നുമില്ല, ഞാൻ വരുമ്പോൾ അങ്ങ് എടുത്ത് കൊടുക്കും. ഞാൻ ചോദിച്ചാൽ എന്നാ കേസ് റെക്കോർഡ് ഉണ്ടാക്കാത്ത? അന്നേരം ഡോക്ടർ പറഞ്ഞു, ഒന്നിവിടെ എനിക്ക് വെക്കാൻ സ്ഥലമില്ല, 2 വെക്കാൻ സ്ഥലമില്ല, 2 എനിക്കെല്ലാം മിക്കവാറുമൊക്കെ ഓർമ്മയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഒരുത്തർക്കും. എനിക്കിപ്പോൾ എന്നോട് ചോദിക്കുക ആദ്യ കാലത്തെ കേസ് എന്നാക്കെ ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. ഞാൻ ഏകദേശം 45 വർഷത്തെ കേസ് റെക്കോർഡ്, ഞാൻ സ്വന്തമായിട്ട് ചികിത്സിച്ച എല്ലാ കേസ് റെക്കോർഡുകളും എനിക്ക് എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ പ്രയോജനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കൽ ഒരു പേഷ്യൻ്റ് വന്നു കഴിയുമ്പോൾ പേഷ്യൻ്റ് പറയാം, ഡോക്ടറെ ഞാനൊരു 10-20 വർഷം മുമ്പ് ഇവിടെ വന്നിരുന്നു കേട്ടോ, പക്ഷേ അന്ന് ഒറ്റ ഡോസ് മരുന്നിൽ കുറഞ്ഞു, പക്ഷെ ഇപ്പം വീണ്ടും എനിക്ക് സിംറ്റംസ് ഒക്കെ റീഅപ്പിയർ ചെയ്യാം. നമ്മൾ കേസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ ചിലതൊക്കെ ഓർക്കും, പക്ഷേ അപൂർവം ചിലതേ ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് കേസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കുറച്ച് സ്ഥലം അതിനായിട്ട് നമ്മൾ, ഏതായാലും ഇത്രയും കാലങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകാനാ, ഇപ്പം നമ്മുടെ മുഴുവൻ ഇതിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കേസ് റെക്കോർഡ് ഒരു മസ്റ്റാണ്, എസെൻഷ്യലാണ്. എല്ലാവരും അത് കീപ്പപ്പ് ചെയ്യണം.
അന്നേരം ഞാൻ ഈ 10-45 വർഷത്തെ കേസ് റെക്കോർഡുണ്ട്. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് മൈ എക്സ്പീരിയൻസ് ഇൻ ഹോമിയോപ്പതി എന്നും പറഞ്ഞൊരു 55 കേസ് എനിക്ക് എഴുതാൻ പറ്റിയത് ആ കേസ് റെക്കോർഡുകളൊക്കെ ഉണ്ടായിരുന്നുണ്ട് എന്തെങ്കിലും. പിന്നെ രണ്ടാമത് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് അന്ന് കൊടുത്ത മെഡിസിൻ. ഞാൻ സാധാരണ ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിൽ കുറെ മെഡിസിൻ കൂടി എഴുതും. 1, 2, 3, 4, 5, 6, 7 ചിലപ്പോൾ 5 to 10 മെഡിസിൻസ് കാണും. സിമിലർ ആയിട്ടുള്ള മിനിമം ഒന്നേ കാണുള്ളൂ അതിൻ്റെ അകത്ത്. പക്ഷേ അത് നമ്മൾ എന്താണെന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ കേസ് റെക്കോർഡുകൾ, ഞാനത് പറയുന്നത് കേസ് റെക്കോർഡിൻ്റെ കേസ് ടേക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ അത്യാവശ്യമാണ്, എസെൻഷ്യലാണ് കേസ് ടേക്കിങ്. പിന്നെ ഞാൻ പറഞ്ഞത് റാപ്പോർട്ട് മേക്കിംഗ്. അന്നേരം പേഷ്യൻറ്റിനോട് പേര് ചോദിക്കുക, എവിടാണ് സ്ഥലം, പ്രൈമറി ഇൻഫർമേഷനൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ. പേഷ്യൻ്റ് പലതും പറയും, പക്ഷേ നമുക്ക് വേണ്ടത് ഡൈവേർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ അത് തിരിച്ചു കൊണ്ടുവരണം കേസ് ടേക്കിങ്ങിൻ്റെ സമയത്ത്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അവർ കേസ് പറയുമ്പോൾ നമ്മൾ പലയിടത്തോട്ട് നോക്കിയിരിക്കേണ്ടത്. അവരെ ശ്രദ്ധിക്കുന്നുണ്ട്, അവർ പറയുന്ന ഓരോ സെൻറ്റൻസും ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള ആ പോസ്റ്ററിൽ നമ്മൾ ഇരിക്കണം. അല്ലാതെ എങ്ങോട്ടേലും നോക്കി അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ നോക്കി ഇരുന്നിട്ട് കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ഒരു മതിപ്പ്. ശ്രദ്ധിക്കുക ഓരോ സെൻറ്റൻസുകളും, അത് പ്രത്യേകതയാണ്. പിന്നെ അവരുടെ പോസ്റ്റർ, അവരുടെ നടത്തം, അവരുടെ ടോക്കിംഗ് സ്റ്റൈല് എല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അന്നേരം ഇത് പറയുമ്പം അവർ പല സെൻറ്റൻസുകൾ ഉപയോഗിക്കും. ഇപ്പോഴുള്ളവരെല്ലാം ഗൂഗിൾ മാമായി കയറി നോക്കി, ഗൂഗിൾ ഡോക്ടറെ നോക്കി എല്ലാം കണ്ടിട്ടാണ് അവർ തന്നെ ഇങ്ങോട്ട് നമ്മളോട് പറയും. എനിക്ക് 2 ദിവസം മുമ്പ് ബെഹർണി എന്നൊരു പേഷ്യൻ്റ്, ഒരു ആൻസൈറ്റി ന്യൂറോസ്, അയാൾ ഡയഗ്നോസ് ചെയ്ത് സിംറ്റംസ് എല്ലാം ഇങ്ങോട്ട് അയച്ചു തരിക ഓൺലൈൻ വഴി. എനിക്കറിയാൻ മേലാത്ത പല കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഞാൻ മെഡിസിൻ്റെ പുസ്തകവും അതുപോലെ തന്നെ ഗൂഗിളും ഒക്കെ ഞാനും നോക്കേണ്ടി വരുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ. അതുപോലെ രോഗികൾ നമ്മൾ വിചാരിക്കരുത് പണ്ടത്തെ കൂട്ടുള്ള രോഗികളല്ല ഇന്ന് നമുക്ക്. എല്ലാവർക്കും എല്ലാം വായിച്ചും മാഗസിൻ വായിച്ചും പലതും വായിച്ചും ഗൂഗിൾ നോക്കി ഒക്കെ എല്ലാം വരുന്ന ആൾക്കാർ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ബ്ലഫ് ചെയ്യാൻ ഉദ്ദേശിക്കരുത്, കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെ പറയാം. അതുപോലെ അവരോട് ഓരോ കാര്യങ്ങളും എങ്ങനെയാണ്, ഞാൻ അവസാനം ചിലപ്പം എനിക്ക് സമയം കിട്ടിയാൽ മറന്നു പോയതിരിക്കും. അതുകൊണ്ട് ഇപ്പോഴും അവരോട് എങ്ങനെയാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് മരുന്നിൻ്റെ ഇതെല്ലാം കുറിച്ചു കൊടുക്കണം. പറ്റുമെങ്കിൽ ഒരു കടലാസയിൽ ഒരു ഇൻസ്ട്രക്ഷൻ ശരിക്കും എഴുതി കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഓരോരുത്തരോട് പെരുമാറുന്നത്, രോഗങ്ങളെക്കുറിച്ച് എല്ലാ ഹിസ്റ്ററികളും ഇതൊക്കെ പ്രത്യേകം ഇത് ഞാൻ ആദ്യം പറയുന്നതേ ഉള്ളൂ. അന്നേരം പിന്നെ അവരെ കൺസൾട്ട് ചെയ്യുന്നതും ചില കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടിയുണ്ട്. എൻ്റെ കേസ് റെക്കോർഡാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, കേസിന് നമ്പർ വേണം, അതുപോലെ ഒരു സീരിയൽ നമ്പർ, അതുപോലെ ABCD ഇതിലൊരു രജിസ്റ്റർ ഉണ്ടാക്കി അതിൻ്റെ അകത്ത്, അതായത് 26 അക്ഷരമുള്ളൂ ഇംഗ്ലീഷിൽ. ആ 26 അക്ഷരത്തിൽ ഈ ഒരു രജിസ്റ്റർ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഏത് പേജിൽ എത്രാമത്തെ കേസ് റെക്കോർഡ് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസിന് ഒരു കാർഡ് കൊടുത്താൽ, ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രാവശ്യം കൊണ്ടുവരുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ രജിസ്റ്റർ ചെയ്ത് തപ്പിക്കണ്ടുപിടിക്കാം. ആദ്യം നമ്പർ, പിന്നെ അത് കഴിഞ്ഞ് ഡേറ്റ്. ഇപ്പം എല്ലാവരും ചെയ്യുന്നതാണ്, അപ്പം ഒന്നുകൂടെ ഒരു റിവിഷൻ എന്നുള്ളതേ ഉള്ളൂ. പേര്, അതിൻ്റെ അകത്ത് മെയിലാണോ ഫീമെയിലാണോ, അതുപോലെ തന്നെ അതെല്ലാം ഏജ്, ഡ്രസ്, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന, പിന്നെ ഓർപ്പിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഓക്യുപ്പേഷൻ, ഇതിനൊക്കെ പ്രാധാന്യം വളരെയധികം ഉണ്ട് കേസ് ടേക്കിങ്. റിലീജിയൻ ഏതാണ് പ്രത്യേകം, അതിൻ്റെ അകത്ത് സബ് ഡിവിഷൻ ഉണ്ടെങ്കിൽ അതുകൂടെ എഴുതാം. മെയിൽ ആണോ വെജിറ്റേറിയൻ ആണോ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും.
ആദ്യമായിട്ട് എല്ലാവരും പറയുന്നത് പ്രസന്റ് കംപ്ലൈന്റ് നമുക്ക് ഇപ്പോൾ ഉള്ളതാണ്. ഇപ്പൊ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും പലതും അവർക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള കംപ്ലൈന്റ് 1, 2, 3, 4, 5 അങ്ങനെ നമ്പർ ഓഫ് കംപ്ലൈൻസ് അവർക്ക് ആണ്. അതെല്ലാം 1, 2, 3, 4, 5, 6, 7 എന്ന് എഴുതുന്നു. അതിൻ്റെ അകത്തെല്ലാം ടൈം ഓഫ് ബിഗിനിങ് എന്ന് തുടങ്ങി ലൊക്കേഷൻ, സെൻസേഷൻ, മൊഡാലിറ്റി, കോൺകോമിറ്റന്റ്, എക്സ്റ്റൻഷൻ, PQRS സിംറ്റംസ് കിട്ടിയാൽ അതെല്ലാം പ്രത്യേകം എഴുതും. പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് പോകുന്നില്ല. ഇവിടെ ഇരിക്കുന്നത് 90% ആൾക്കാർക്കും ഇതെല്ലാം അറിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഏകദേശം 40 പേരുണ്ട്. 40 പേരിൽ ഒരു 30 പേരെങ്കിലും ഹോമിയോപ്പതി ഡോക്ടർമാരോ അല്ലെ സ്റ്റുഡൻസോ ഒക്കെ ആയിരിക്കാം. പിന്നെ ബാക്കി ഹോമിയോപ്പതിയോട് താല്പര്യമുള്ളവരും ആയിരിക്കും മരുന്ന്. പിന്നെ ഇത് എഴുതി കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6 എന്ന് എഴുതി കഴിഞ്ഞാൽ അടുത്തത് ട്രീറ്റ്മെന്റ് ഓൾറെഡി അഡോപ്റ്റഡ് ആൻഡ് ഇറ്റ്സ് റിസൾട്ട്. എന്തൊക്കെ നമുക്ക് ഇന്ന് ചികിത്സിച്ചു, അതിൻ്റെ അകത്ത് എന്തൊക്കെ റിസൾട്ട് കിട്ടി, ആദ്യം തുടങ്ങിയപ്പോൾ എന്തായിരുന്നു രോഗം, എത്ര വർഷം മുമ്പ് തുടങ്ങി, എന്തൊക്കെ മെഡിസിൻ കഴിച്ചു, ഇപ്പൊ എന്തൊക്കെ ആണ് ബാക്കിയുള്ള സിംറ്റംസ്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കുക. ഓരോ സിംറ്റംസും പറയുമ്പോൾ, ഓരോ ഹെഡിങ്ങും പറയുമ്പോൾ. പിന്നെ പേഴ്സണൽ ഹാബിറ്റ് ആൽക്കഹോളിസം ഉണ്ടോ, ചൂവിങ് ഉണ്ടോ, കോഫി ഉണ്ടോ, ഡ്രഗ് അഡിക്ഷൻ ഉണ്ടോ, ടീയോ സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടോ, ഇതെല്ലാം എഴുതണം പേഴ്സണൽ ഹാബിറ്റിൽ. പിന്നെ പാസ്റ്റ് ഹിസ്റ്ററിക്കകത്ത് ചിക്കൻ പോക്സ്, മീസിൽസ്, മംസ്, ജോണ്ടിസ്, ന്യൂമോണിയ, ആസ്മ, അലർജി, സ്കിൻ ഡിസീസ്, എനി സർജിക്കൽ ഓപ്പറേഷൻസ്. ഇന്നത്തെ കാലത്ത് പലർക്കും പല അവയവങ്ങളും കാണത്തില്ല. അതൊരു സാധാരണയാണ്. അതുകൊണ്ടാണ് അത് പ്രത്യേകം എഴുതണം. ബ്ലീഡിങ് ടെൻഡൻസി ടു കോൾഡ്, ആക്സിഡൻസ്, അത് ഇന്നത്തെ കാലത്ത് കൂടുതലാണ്. വാക്സിനേഷൻ, BCG, ട്രിപ്പിൾ, പോളിയോ, ടെറ്റനസ്, ടൈഫോയിഡ്, കോളറ, കോവിഡ്, അതുകൂടെ വന്നു കഴിഞ്ഞു. അതിൽ നിന്ന് ഒരുപാട്, അത് കഴിഞ്ഞ പിന്നെ ഒരുപാട് രോഗികൾക്ക് പല പല പ്രശ്നങ്ങളുണ്ട്. ഫാസ്റ്റാണോ ഡോക്ടർ ശൈലജ? ഇല്ല, മനസ്സിലാവുന്നുണ്ടോ? അത് കുറച്ച് അടുത്തത് ഫാമിലി ഹിസ്റ്ററിയാണ്. ഫാമിലി ഹിസ്റ്ററി നമുക്കറിയാമല്ലോ. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, സഹോദരികൾ, വേറെ അവർക്കൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾ: ആസ്മ, ക്യാൻസർ, ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ്, BP, സ്കിൻ ട്രബിൾസ്, ആസംബന്ധമായ രോഗങ്ങൾ, TB, ഇൻസാനിറ്റി, കോവിഡ്, എക്സെട്ര. പിന്നെ ഞാൻ എക്സെട്ര എന്ന് പറയുന്നത് ഇപ്പം നമ്പർ ഓഫ് ഡിസീസസ്, പുതുതായിട്ട് പല സിൻഡ്രോമും അതുമൊക്കെ നമുക്ക് പോലും അറിയാൻ മേലാത്ത, നമ്മൾ ഡിക്ഷണറിയുടെ ഗൂഗിളോ തപ്പി നോക്കണം. രോഗികൾ പുതിയ സിൻഡ്രോമും പുതിയ ഡിസീസിൻ്റെയും പേരുകൾ പറയും. പിന്നെ അടുത്തത് കേൾക്കാമല്ലോ അല്ലേ? ഡോക്ടർ ശൈലജ ഡോക്ടറെ കാണുന്നില്ല, അതായത് ഞാനുണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഉണ്ടെങ്കിൽ എല്ലാരും കേൾക്കുന്നുണ്ടോ? ഒരാൾ കേട്ട് കഴിഞ്ഞാൽ എല്ലാരും കേൾക്കുന്നുണ്ടെന്നുള്ളൊരു തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ട്. ഹീറ്റ് അതിൻ്റെ അടിയിൽ വരുന്ന ഫിസിക്കൽ ജനറൽസ്: സെൻസേഷൻ ഓഫ് ഹീറ്റ്, ലാക്ക് ഓഫ് ഹീറ്റ്, ഡിസയർ ഓപ്പൺ എയർ, അവേർഷൻ ടു ഓപ്പൺ എയർ, ഫീൽസ് ബെറ്റർ ബൈ കോൾഡ്, ബെറ്റർ ബൈ വാം. ഇതെല്ലാം നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചാൽ ഒരു 8-10 ക്ലാസ്സെങ്കിലും വേണം. അതിൻ്റെ മെഡിസിനും കാര്യങ്ങളും ഞാനിവിടെ കൊല്ലക്കുടി സൂചിപ്പിക്കാൻ, ഇവിടെ കുറേ സീനിയർ ഡോക്ടേഴ്സൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ കേട്ടിരിപ്പുണ്ട്. അതുകൊണ്ട് കൊല്ലക്കുടി സൂചിപ്പിക്കുന്നില്ല. ഓരോന്നിനും നമുക്ക് പറഞ്ഞാൽ 10 മരുന്ന്, 15, 20 മെഡിസിൻസ് ഒക്കെ പറയാനുണ്ട് ഈ ഓരോ മൊഡാലിറ്റീസിലും. പ്രിഫേർ സ്കൂൾ സീസൺ, ഹോട്ട് സീസൺ, റെയിനി സീസൺ. Fields birds by approach of thunderstorm, change of weather, cloudy weather, sun, seaside. നമുക്കറിയാം, ചിലർ സീസൈഡിൽ വന്ന് ചില മഴ നനഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ചിലർക്ക് സമ്മർ സീസണിൽ മാത്രമേ ഉള്ളൂ. ചിലർക്ക് ഈ
മെതർ ചേഞ്ച് ചെയ്യുമ്പം അത് ഇതൊക്കെ വരും. അല്ലെ മെയിൽ കൊണ്ടു കഴിഞ്ഞാൽ വരും. CCD പോയിട്ട് പോയിട്ട് കുളിച്ചിട്ട് വന്ന വരും. പിന്നെ ടെട്ര ബാത്തിങ്, ബാത്ത് കോൾഡ് ഓർ ടെപ്പ് ഓർ ഹോട്ട്, അതിൽ ഏതാണ് സ്റ്റിക്ക് ചെയ്താൽ മതി. ഫോം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. അല്ലാത്തത് വിട്ടാക്കാം. അല്ലാത്തത് ചുമ്മാ ഒന്ന് ശരിയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡു മാർക്കോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കേസ് എടുക്കാം. എല്ലാം എഴുതി വരണമെങ്കിൽ ഒരുപാട് സമയം വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ പെർഫോമ ഉണ്ടാക്കി വെച്ചാൽ എളുപ്പമാണ്. ബാത്ത് സീബേഴ്സ്, കോൾഡ്നെസ്, ചില്ലിനെസ്. ഇനി അടുത്തത് ഫീൽസ് ബേഴ്സ് ഓർ ബെറ്റർ ബൈ, ചേഞ്ച് ഓഫ് പൊസിഷൻ, സ്റ്റാൻഡിങ്, വാക്കിംഗ്, സ്ലോ, ഫാസ്റ്റ്. ഫാസ്റ്റ് ആണെങ്കിൽ പറയണം കേട്ടോ ഡോക്ടറെ. അതായത് ഞാൻ വളരെ ഫാസ്റ്റ് ആണെങ്കിൽ പറയണമെന്ന്. റെസ്റ്റ്, അസെൻഡിങ്, സിറ്റിംഗ്, സ്ട്രെയിറ്റ്, bend forwards, bend backwards, lying back, lying on right side, lying on left side, lying on abdomen, moving, raising, bending, pressure, touch, uncovering, clothing, loose or tight. നമുക്ക് ലാക്കസിസ് പോലെയുള്ള മരുന്നിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ പറ്റും ഈ കേസ് ടേക്കിങ് വരുമ്പം തന്നെ. വാംത്, കോൾഡ്, ഡ്രൈ എയർ, വെറ്റ് വെതർ, ഫുൾ മൂൺ, ന്യൂ മൂൺ, ഹെഡ് ലോ, ഹൈ, ബിഫോർ ഈറ്റിംഗ്, ആഫ്റ്റർ ഈറ്റിംഗ്. അപ്പം ഞാനിത് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പം കൽക്കട്ടയിൽ ഒരു സെമിനാറിൽ പോയപ്പോൾ അവിടെ വെച്ച് ഒരു ഡോക്ടർ കൽക്കട്ടയിലെ ഒരു സീനിയർ മോസ്റ്റ് ഡോക്ടർ, വാസുവാണോ വേറെ ആരാണോ, ചാറ്റർജി ആണോ ബാനർജി ആണോ എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. ഞാനന്ന് ഒത്തിരി വർഷം മുമ്പ് 10-40, അന്നേരം അവിടെ വെച്ചൊരു കേസ് പ്രസന്റേഷൻ ചെയ്തു. അന്നേരം പലരും ചികിത്സിച്ചിട്ടും പല ഹോമിയോപ്പതിക്കാരും ചികിത്സിച്ചിട്ട് കുറയാനില്ല. അന്നേരം ആ സീനിയർ ഡോക്ടർ പറഞ്ഞു, വെളിയിൽ നിന്നിട്ട് ഇന്ന് ഫുൾ മൂണാണോ ന്യൂ മൂണാണോ. അന്നേരം നോക്കിയപ്പം ഫുൾ മൂണാ. പുള്ളി ബാക്കിയുള്ള സിംറ്റംസ് എല്ലാം 1-2 കൂടെ ചോദിച്ചിട്ട് സൈനീഷ്യ പ്രിസ്ക്രൈബ് ചെയ്തു, കംപ്ലീറ്റ് പറഞ്ഞു. അന്നേരം ഈച്ച് ആൻഡ് എവരി ചെറിയ മൊഡാലിറ്റി പോലും നമ്മൾ ഇത് സെൻസേഷൻ, ലൊക്കേഷൻ, മൊഡാലിറ്റി, കോൺകോമിറ്റന്റ് അത് കൊടുത്തു കഴിഞ്ഞപ്പം ബാക്കിയുള്ളവർ ചികിത്സിച്ചിട്ടൊന്നും പറയാത്ത ഈ സൈനീഷ്യ ഒറ്റ ഡോസ് കൊടുത്തപ്പോൾ കുട്ടിയുടെ വർഷങ്ങളായിട്ടുള്ള ഇത് വന്നു. അന്നേരം ചെറുടച്ചല്ല ഇത് വളരെ വേറൊരു കേസിന്റെ സിപിലിനും ഓൾട്ടർനേറ്റ് ആയിട്ട് പുൾമോണും അഗ്രവേഷനും അമിഗ്രേഷനും ഓൾട്ടർനേറ്റ് വരുന്നു. സിപിലിനും കൊടുത്തപ്പോൾ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞത് എൻ്റെ കേസല്ല കേട്ടോ, പറഞ്ഞ ഒരു സെമിനാറിൽ കേട്ടതാണ്. അപ്പം അന്നേരം നമ്മൾ മൂൺലൈറ്റ് എടുക്കുമ്പോൾ അഗ്രവേഷൻ സൾഫർ മാർക്കുണ്ട്, ആൻജിൻഡാട്ട് സെപ്റ്റിയ തൂജ വരും. അമിഗ്രേഷൻ ആണെങ്കിൽ ഓറമിറ്റ് വരും. ആ സമയത്ത് ബ്ലൈൻഡ്നെസ് ആണെങ്കിൽ ബെല്ലോണ വരും. ഫുൾമൂൺ ആണെങ്കിൽ അലൂമിന, കാർക്കേറിയ, തീന, ഡൈക്കപ്പോളിയം, ഫോസർ, സൈലീഷ്യ. അഗ്രവേഷനും അമിഗ്രേഷനും ആണെങ്കിൽ ഫിലാൻഡനം, ഗ്ലീമാറ്റിസ്, തരണ്ടില്ല. ഓൾട്ടർനേറ്റ് ആണെങ്കിൽ മുമ്പ് ഞാൻ പറഞ്ഞ സിപിലിനും. ന്യൂമോൺ ആണെങ്കിൽ കോസ്റ്റിക്കൻ, കുപ്രം, കാലിബ്രോമിയം, നക്സോമിക്ക, ആർട്ട്, റെസ്റ്റോക്സ്, സെപ്യ, സൈലീഷ്യ. ഇങ്ങനെ പലതും വരാം. ഞാൻ ഇതുപോലെ എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗം ഫിസിക്കൽ ജേർണൽസിൽ തന്നെ ഇന്നത്തെ ക്ലാസ് നിൽക്കും. അതുകൊണ്ട് അതിലോട്ട് കൂടുതൽ പോകുന്നില്ല. എല്ലാവരും മെറ്റീരിയൽ മെഡിക്കലുടെ പുസ്തകം എടുത്തിട്ടോ അല്ലെങ്കിൽ പ്രപ്പാർട്ടിയുടെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കാണാൻ പറ്റും. അടുത്തത് പെർസ്പിറേഷൻ, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സ്വെറ്റിങ്. അത് ബെസർക്കാന്നുള്ളത്. ചിലരെ കണ്ടമാനം അങ്ങ് വിശർക്കും. ചിലരെ അടുത്ത് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് വിശർപ്പിൻ്റെ മണം കൊണ്ട് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് മെഡിസിൻ കൺഫേം ചെയ്യാൻ പറ്റും. കണ്ടുപിടിക്കാനുണ്ട്, കൺഫേം ചെയ്യാൻ ചിലപ്പോൾ പറ്റുന്നിരിക്കും. സിംഗിൾ പാർട്ട് ഓർഡർ, ഒഫൻസീവ്, ഡിസ്കളറേഷൻ, ആബ്സെന്റ് ഇൻ പീരിയഡ്, പേസ്റ്റ്ലെസ്, ഇൻക്രീസ്ഡ്, എക്സ്ട്രീം, അൺകഞ്ചബിൾ, കോൾഡ് വാട്ടർ, വാം വാട്ടർ. ഒരിക്കൽ ഒരു ടൈഫോയിഡ് പറയാതെ വന്ന കേസ് എൻ്റെ അടുത്ത് വന്നു. അത് ഞാൻ ആദ്യം ഇപ്പോഴല്ല, 40-45 വർഷം മുമ്പ് ആദ്യമായിട്ട് ഞാൻ ടൈഫോയിഡ് ചികിത്സിക്കുക. അന്നേരം എൻ്റെ അടുത്ത് നിൽക്കുന്ന വേറൊരു
എൻ്റെ കൂട്ടത്തിൽ ഒരു അസിസ്റ്റന്റ് ഡോക്ടർ ഉണ്ട്. ഞങ്ങൾ രണ്ടിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ പേഷ്യൻ്റ് ഉണ്ട്. അന്നൊക്കെ 400-450 ഒക്കെ പേഷ്യൻ്റ് ഒരു ദിവസം ഞങ്ങൾ ട്രീറ്റ് ചെയ്തായിരുന്നു. ഒരു ബോംബെ എന്നുള്ള എന്താ കൽക്കട്ട എന്നുള്ളൊരു കോമ്പറ്റൻറ്റ് ഡോക്ടറാണ്. അങ്ങേരിയിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പക്ഷേ എൻ്റെ കുവി ഇങ്ങനെ ഇരിക്കുക, അവിടെ ഒന്നും നിലത്തിരിക്കുക. എന്നാലും അലോപ്പതി എല്ലാം ട്രീറ്റ് ചെയ്തിട്ട് ഫെയിലിയറായിട്ട് വന്നൊരു കേസാണ്. എന്നാലും അമ്മയുണ്ട് കൂട്ടത്തിൽ, ഒരു 17-18 വയസ്സുള്ളൊരു പെങ്കൊച്ചാണ്. അവിടെ നിലത്തങ്ങ് ഇരിക്കുക, ചാരിയിരിക്കുക. കുറെ കഴിഞ്ഞപ്പോൾ അവിടെ കടന്നു. എന്നാലും അമ്മ ഒരു കുപ്പിക്കകത്ത് വെള്ളം എടുത്തിട്ട് അതിൻ്റെ അടപ്പിൽ ഒഴിച്ചിട്ട് കുറേശ്ശെ കൊടുത്തോണ്ടിരിക്കും. സെപ്പറേഷനുള്ള ഇമ്പോർട്ടൻ്റ്. ഞാൻ അധികം ഒന്നും ചോദിച്ചില്ല, ഭയങ്കര ക്യൂ ആയിരുന്നു. ഏതായാലും ആർസനിക് ആദ്യം കൊടുത്തു. അന്ന് 0/3 ഒന്നും ഗവൺമെൻറ് സപ്ലൈ ഇല്ല. 30 കൊടുത്തു. ഒരു QID കൊടുത്തു. പിറ്റേ ദിവസത്തേന് നല്ല കുറവ് വന്നു. പിന്നെ അത് കഴിഞ്ഞ് അത് BD ആക്കി. അതായത് 2-3 ദിവസം കൊണ്ട് എങ്ങും ചികിത്സിച്ചിട്ട് കുറയാതെ നിന്ന് ടൈഫോയിഡ് കംപ്ലീറ്റ് കുറഞ്ഞു. അന്നേരം നമുക്ക് appetite, desire, aversion, intolerance, bowels, urine, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈന്യൂട്ടസ്റ്റ് ഇമ്പോർട്ടൻ്റ്. വളരെയധികം നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. കാസ്റ്റ്ലെസ്, ഇൻക്രീസ്ഡ്, എക്സ്ട്രീം, അൺകൊഞ്ചബിൾ, കോൾഡ് വാട്ടർ, വാട്ടർ, ഇതിനെല്ലാം നമുക്ക് മരുന്ന് വേറെ ഉണ്ട്. appetite, diminished, increased, quickly satisfied. അടുത്ത ഡിസയർ, അവേർഷൻ ആൻഡ് ഇൻടോളറൻസ്. അത് ഞാൻ BI എന്നിട്ടിരിക്കുക. അതിൻ്റെ അകത്ത് എന്നിട്ട് അത് ടിക്ക് ചെയ്യത്തേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഓരോന്നിൻ്റെ അകത്തും B എന്നോ A എന്നോ I എന്നോ ചെയ്യത്തേ ഉള്ളൂ. ഫാറ്റ്, മിൽക്ക്, മീറ്റ്, സോൾട്ട്, സോർ, സ്പൈസി, സ്വീറ്റ്, എഗ്, ഫുഡ്, ബിറ്റർ, ഇൻഡജസ്റ്റബിൾ. അത് ഞാൻ DI എന്നിട്ടിരിക്കും. D എന്ന് പറഞ്ഞാൽ ഏതിലേതെങ്കിലും അതിൻ്റെ ഫ്രണ്ടിൽ D എന്നിടും. ഡിസയർ ആണെങ്കിൽ, അവേർഷൻ ആണെങ്കിൽ A എന്നിടും, ഇൻടോളറൻസ് ആണെങ്കിൽ I എന്നിടും. പിന്നെ അടുത്ത് ബവൽ സ്റ്റൂൾസ്, സോഫ്റ്റ്, ലൂസ്, ഹാർഡ്. വേഗമാണോ ഡോക്ടറെ പറയുന്നത്? അല്ലല്ലോ, അല്ല. വേഗത പറയുന്നുണ്ടോ? എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ ആരെയും മെസ്സേജ് ഒന്നും വന്നില്ല. ഓക്കെ. ഹാർഡ്, കോൺസ്റ്റിപ്പേഷൻ, വാട്ടറി, ഡയറിയ, മ്യൂക്കസ്, ബ്ലഡ്, worms, inefficient urge, no desire, pain before passing, during, after, and the location of the pain. Then rectum, fissure, hemorrhoids, bleeding, pain. ഈ ഫിഷറൊക്കെ ഞാൻ ഇഷ്ടംപോലെ കേസുകൾ ഈ നൈട്രിക് ആസിഡ് ബ്ലൈൻഡ്ലി പ്രിസ്ക്രൈബ് ചെയ്തിട്ട് കുറച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ കേസുകൾ. നമുക്ക് ഇഷ്ടംപോലെ മരുന്നുകളല്ലോ ഉള്ളത്. ബാക്കിയുള്ള സിസ്റ്റത്തിലൊക്കെ എല്ലാം എന്തുമാത്രം മെഡിസിനാണ്. നമുക്ക് ചവറ് പാടിയുണ്ട്. 14,500 മരുന്ന് കിടക്കില്ല. അത് സെലക്ട് ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണെന്നേ. അല്ലെങ്കിൽ കടലും കായലും പോലെ കിടക്കുക നമ്മളെത്തി മെഡിസിൻ. പക്ഷെ അതിനെക്കുറിച്ചുള്ള നല്ല അവബോധം വേണം. യൂറിൻ, പ്രൊഫ്യൂസ്, സ്കാൻഡി, ക്രോപ്പിംഗ്, തിൻ ഫ്ലോർ, റെഡ് കളർ, ഓർഡർ, സ്ട്രോങ്, ഒഫൻസീവ്, ഇൻകോണ്ടിനൻസ്, ഇൻവോളണ്ടറി, huffing or sneezing involuntary, bloodletting, burning sensation while passing. ചിലപ്പം പേഷ്യൻ്റ് ഒന്നും ഞാൻ എപ്പോഴും ഈ കഫോ സ്നീസിങ്ങോടൊപ്പം പേഷ്യൻ്റ് അടുത്ത് സ്ട്രെസ് ചെയ്ത് ചോദിക്കുന്ന മരം ഇൻവോളണ്ടറി ഇൻകോണ്ടിന്യൂസോ മരം ഉണ്ടോ എന്ന് ഞാൻ പ്രത്യേകം ചോദിക്കാറുണ്ട്. അടുത്ത സ്കിൻ പിഗ്മെന്റേഷൻ, ഡീപിഗ്മെന്റേഷൻ, ക്രാക്സ്, ഫിഷർ, ഇറപ്ഷൻസ്. ഇറപ്ഷൻസ് പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഞാനൊരു സെമിനാറിന് പോയി. അവിടെ ചെന്നപ്പം ഒരു സൈക്കോളജിസ്റ്റ് സെമിനാറിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു എത്ര വർഷമായി ഇതൊന്നും. അവിടെ മേത്തും മുഖത്തും എല്ലാം ഇറപ്ഷൻസ്. അന്നേരം ചോദിച്ചത് ഹോമിയോപ്പതി ഇതിന് വല്ലതും മരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഉണ്ട്. അത് ഡ്യൂറിങ് മെൻസ്ട്രേഷനാണ് ഇറപ്ഷൻസ് കൂടുതൽ. നിങ്ങൾ മെഡിസിൻ പലതും വരാൻ, ബാക്കി കേസ് കൂടെ എടുത്തെങ്കിലും കൂടുതൽ നമുക്കറിയാവുള്ളൂ. ഡിസ്കളറേഷൻ, സപ്പറേറ്റീവ്
modes, keloid, warts, tumors, hair, dandruff, needs, കളർ സ്പോട്സ് ബ്രിട്ടിൽ. അതായത് കൽക്കട്ടയിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. പേരൊക്കെ എന്നോട് ചോദിച്ച ഈ ചാറ്റർജി ബാനർജി ഒക്കെ ആയിരിക്കും, ബോസൊക്കെ ആയിരിക്കും. അങ്ങനെ ഇവിടുത്തെ പേരുണ്ട് കേട്ടോ. എന്നാലും പ്രയാസം ഓർത്തിരിക്കാൻ. അയാൾ ഏത് പേഷ്യൻ്റ് വന്നാലും കയ്യേറ്റ നഖം ഒന്ന് കാണിക്കാൻ പറയും. അയാൾ നഖത്തെ നോക്കിയിട്ട് ഹോമിയോപ്പതി മരുന്ന് കാണിപ്പം ചെയ്യും. അങ്ങനെ ചിലർക്കൊക്കെ ചില ട്രിക്കുകളൊക്കെ അറിയാം. അവർ ചിലതൊക്കെ ഹോമിയോപ്പതി ഇസ് നോട്ട് ഓൺലി എ സയൻസ് ബട്ട് ഓൾസോ ആൻ ആർട്ട് എന്ന് പറയുന്നത്. ആ ആർട്ട് നമുക്ക് കൈ കെട്ടിയാൽ എളുപ്പമാണ്. അടുത്തത് മെൻസസ്, മെൻസ്ട്രൽ ഫങ്ഷൻ, ഫസ്റ്റ് മെൻസ്ട്രൽ പീരിയഡ്, ലാസ്റ്റ് മെൻസ്ട്രൽ പീരിയഡ്, ഡ്യൂറേഷൻ, സൈക്കിൾ, റെഗുലർ ക്വാണ്ടിറ്റി, കളർ, പ്ലോട്ട്സ്. നമ്മുടെ കേസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇതെല്ലാം അറിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മെഡിസിൻ എത്താവണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും. അത് ആരും പറയല്ല. കോൺകോമിറ്റൻറ്റ്, ബിഫോർ, ബിഗിനിങ്, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ, ഇതെല്ലാം കോൺകോമിറ്റൻറ്റ് സിംറ്റമാണ്. അതുപോലെ ലൂക്കോറിയ, ഓൺസെറ്റ്, ഒക്കറൻസ്, കളർ, ഓർഡർ, ഇച്ചിങ്, സ്റ്റെയിൻസ്. പ്രഗ്നൻസി, ലേബറിൻ്റെ എന്നൊക്കെ പ്രത്യേകതയുണ്ടോ അതെല്ലാം നോക്കണം. പിന്നെ ക്ലൈമാട്രിക്, അതായത് മെനോപാസൽ പീരീഡിൽ എന്തൊക്കെയുണ്ട്, യൂട്രസ് ഓവറീസ് ഉണ്ടോ അതോ ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ടോ, ഇതെല്ലാം ചോദിക്കും. ഇന്ന് പലർക്കും ഓവറിയും യൂട്രസും ഒന്നും കാണുകയില്ല. സെക്സ്വൽ പ്രോബ്ലം. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു പേഷ്യനോട് ചോദിച്ചു, ഒരു ഡോക്ടറെ എന്നെ റെഫർ ചെയ്യാറുണ്ട് സ്ഥിരം, ഫീമെയിൽ ഡോക്ടർ, 10-65 വയസ്സുണ്ട്. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ഡോക്ടറെ എങ്ങനെ ഇതെല്ലാം ചോദിക്കുന്നത്? പക്ഷെ ചോദിക്കണം, മടി വിചാരിക്കരുത്. ഫസ്റ്റ് വന്നാൽ ഉടനെ അങ്ങ് ചോദിക്കണമെന്നില്ല. പറയാതെ വന്നാൽ അടുത്ത സെക്കൻഡ് പറ്റുമെങ്കിൽ ആദ്യം തന്നെ ചോദിക്കുക. അതിനാണ് പറഞ്ഞത് ആദ്യം ഒരു റാപ്പോർട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പേഷ്യൻറ്റിനെ വെറും പേഷ്യൻ്റായിട്ട് മെക്കാനിക്കലായിട്ട് കാണരുത്. നമ്മൾ കഴിയുന്നതും ഒരു ഭയങ്കര ഒരു നല്ലൊരു ഫ്രണ്ടായിട്ട് ആക്കിയെടുത്താൽ മാത്രമേ രോഗികൾ റാപ്പോർട്ട് നന്നായെങ്കിൽ മാത്രമേ പറയൂ. അടുത്ത സ്ലീപ്പ് പൊസിഷൻ എങ്ങനെയാണ് കിടക്കുന്നത്, വേക്കിംഗ് ഫ്രം ഡ്രീം, സമയം അത് കിടക്കുന്ന പൊസിഷൻ കമന്നാണോ ചെരിഞ്ഞാണോ ഇടത്താണോ വലത്താണോ എന്നുള്ളത്. സ്ലീപ്പിംഗ് ഡേ ടൈം, നൈറ്റ് വെദർ ഇൻ്ററപ്റ്റഡ്, അതായത് ഡിസ്റ്റർബ് ആകുന്നുണ്ടോ, പറ്റിയ ഉറക്കമാണോ, ഉറക്കത്തിൽ പിന്നെ എഴുന്നേക്കാറുണ്ടോ, ഡ്രീംസ് ഉണ്ടോ, ടൈപ്സ്, ആനിമൽസ്, ഫൈറ്റിംഗ്. പല കേസുകളിലും ഞാൻ ഈ ഡ്രീംസ് വെച്ചിട്ടും ഈ ഫൈറ്റിങ്സ് ഇങ്ങനെയൊക്കെ ഉള്ളത് വെച്ചിട്ട് അവസാനം ബുദ്ധിമുട്ടിയത് പല കേസുകളും എനിക്ക് കുറവാക്കാൻ സാധിച്ചിട്ടുണ്ട്. ജനറൽ സ്റ്റൂപ്പ് ഷോൾഡർ, ഫ്ലാബി, പിൻ, എഡിമ, ഹൈറ്റ്, any part of the body, head, pain, location, sensation, time of aggravation, modalities, any concomitant if any. പിന്നെ സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ, ഐസ്, ഇയേഴ്സ്, നോസ്, മൗത്ത് ഡ്രൈ ആണോ, ഓർഡർ ആണോ, മണമുണ്ടോ, ബ്ലിസ്റ്റേഴ്സ്, സലൈവേഷൻ. ഇതൊന്നും പേഷ്യൻറ്റ് പറയണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യും, ചിലപ്പോൾ പറയും ചോദിച്ചാൽ. ലിപ്സ് ക്രാക്സ്, പല്ലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ടങ് ഡ്രൈ, ക്രാക്സ്, സ്പോട്ടഡ്, ഇംപ്രിൻറ്റ്. അതൊക്കെ നമുക്ക് വളരെ പ്രധാനമാണ്. നാക്ക് പൂപ്പലുണ്ടോ, വൈറ്റ് ഡിസ്കളറേഷൻ ഉണ്ടോ, ടിപ്പിലാണോ അകത്താണോ, അതുപോലെ ത്രോട്ട്, റെസ്പിറേഷൻ, ആക്സിലറേറ്റഡ്, ഡിഫിക്കൽട്ട്, മൊഡാലിറ്റി, ആസ്മാറ്റിക്, പെയിൻഫുൾ, റാറ്റിലിംഗ്, റോഞ്ചെ, വീസിംഗ്, വിസിനിങ്, എക്സെട്ര. കഫ്, ടൈം, പീസിംഗ്, ഇൻപേസ്, വർക്കിംഗ്, റോപ്പി, ട്രൈ, hacking, constant, expectation, ameliorate, exhausting, during fever, pain, അതുപോലെ കഫ്, incontinence of urine, etc. Expectoration, color,
കോൺസ്റ്റിറ്റ്യുവൻസി, ടൈം, ബ്ലഡി, ടേസ്റ്റ് ആൻഡ് ഓർഡർ. ചിലപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇരിക്കാൻ മേലാത്തമായിരിക്കും ചിലർ വന്നു കഴിഞ്ഞാൽ. പിന്നെ എല്ലാം, അതായത് നമ്മുടെ ഫയൽ ഹനുമാൻ പറഞ്ഞിട്ടുണ്ട് പാരഗ്രാഫുകളിൽ, പാരഗ്രാഫിൻ്റെ ഞാൻ ശകലം മുമ്പേ വായിച്ചാൽ മറന്നുപോയി, പറഞ്ഞിട്ടുണ്ട് ഒബ്സർവ് വിത്ത് 5 senses, പെർസീവ് വിത്ത് 5 senses. 5 senses ഏതൊക്കെയാണ്? അത് ഉപയോഗിച്ച് നമ്മൾ ഇത് പറയുക, കാണുക, കേൾക്കുക, സ്മെൽ ചെയ്യുക, പിന്നെ സ്പർശിക്കുക, തൊട്ട് കൊടുക്കുക. ഇതെല്ലാം അതിൻ്റെ അകത്ത്. ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു സെൻസ് ഉള്ളത് കോമൺ സെൻസാണ്. അത് പ്രയോഗിക്കണം. എൻ്റെ ഉറങ്ങിക്കോട്ടെ കിടക്കുന്ന പേഷ്യന്റിനെ ഡോക്ടർ കുറച്ചുകൂടി ഉറങ്ങിക്കൊണ്ട് കിടന്നപ്പം ഉറക്കൂടി കൊടുത്ത നേഴ്സ് വരെയുണ്ട്. പിന്നെ അവർക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അതൊക്കെ കോമൺ സെൻസാണ്. ചെസ്റ്റ് പെയിൻ റേഡിയേറ്റിംഗ് ടു. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള സാധനം, എങ്ങും വീട്ടാതെ എങ്ങോട്ടാണ് റേഡിയേറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ മെഡിസിനാണ്. അപ്പാണോ ഡൗൺ ആണോ, ബാക്ക്വേർഡ്സ് ആണോ, ഫോർവേഡ്സ് ആണോ, തലയിലോട്ടാണോ പോകുന്നത്, ഈ പെയിൻ എങ്ങോട്ടാണ് റേഡിയേറ്റ് ചെയ്യുന്നത്, അതൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ലങ്സ്, പെയിൻ, stomach and abdomen, acidity, fullness, pain before food, after food, distension, flatness upwards or downwards or പോകുന്നില്ലയോ, then irritations, അതിന് റിലീഫ് ഉണ്ടോ, ഇറിറ്റേഷൻ റിലീഫ് ഇല്ലയോ എന്നുള്ളതൊക്കെ ചോദിക്കണം. ലിവർ പെയിൻ പാൽപ്പബിൾ ആണോ, എങ്ങോട്ടാണ് റേഡിയേഷൻ ഉണ്ടെങ്കിൽ എങ്ങോട്ടേലും പ്രത്യേകം ഒന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം നോട്ട് ചെയ്യണം. സ്പ്രീൻ, ബാക്ക് ആൻഡ് നെക്ക് പെയിൻ റേഡിയേറ്റിംഗ് ടു. റേഡിയേഷൻ അതൊരു ഇമ്പോർട്ടൻറ്റ് സിംറ്റമായിട്ട് എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട്. മൊഡാലിറ്റീസ്, എക്സ്ട്രിമിറ്റീസ്, അപ്പർ, ലോവർ, ജോയിൻസ്, ബോൺ, മസിൽ, സ്കിൻ. ഇതെല്ലാം നമ്മൾ പ്രത്യേകം ഓരോ സിസ്റ്റം, ഓരോ അവയവങ്ങളും അനുസരിച്ച് ചോദിക്കണം. യൂറോജെനിറ്റൽ, കിഡ്നി, ബ്ലാഡർ, ഹൈഡ്രോസീൽ, എക്സെട്ര എക്സെട്ര. ഇനി അടുത്തത് ഫിസിക്കൽ സ്പിരിച്വൽ സിംറ്റംസ്. സ്പീഡ് കൂടുന്നുണ്ടോ ഡോക്ടറെ? ഇല്ല. ആൻസൈറ്റി ഓഫ് കോൺസെൻസ്, despair, religious affections, aversion to company, desire for company, impatient, indifference, aversion to work, jealous, obstinate, suspicious, suicidal tendency, aversion to religion, aversion to opposite sex. എനിക്ക് ഒരുപാട് പ്രാവശ്യം ഈ aversion to opposite sex വെച്ച് എനിക്ക് പലതും കൺഫേം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. aversion to husband, wife, humility, irresolute, dullness, loveliness, reaction, lack of ideas, abundant or കുറേ പിന്നെയാണ് വരും. മെമ്മറി, കോൺസെൻട്രേഷൻ ആബ്സെൻ്റാണ് അയാളെ. നല്ല കുറവ്. പലയിടത്തും പോയി, സൈക്കാട്രിൻ്റെ അടുത്ത് പോയി, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി എന്ന് പറയാൻ പറ്റും. അവിടെ വന്ന് കഴിച്ചപ്പോൾ കുറഞ്ഞു. ആബ്സെന്റ് മൈൻഡഡ്, ഫോർഗെറ്റബിൾ, കോൺസെൻട്രേഷൻ ആക്റ്റീവ്, കോൺസെൻട്രേഷൻ ഡിഫിക്കൽട്ട്, വിൽ ഹാസ് നോ കൺട്രോൾ, വിൽ ടു വിൽസ് ആസ് ഇഫ് ഹി ഹാഡ് 2 wills. ഇതൊക്കെ നമുക്ക് കിട്ടാറുള്ളതാണ്. നമ്മൾ വിചാരിക്കും ടൈം എടുത്ത് അവരോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ എല്ലാം പറയും. നമുക്ക് ഏറ്റവും കൂടുതൽ എമോഷൻസ്, ആംഗ്രി ആദ്യം തന്നെയുണ്ട്. ഞാൻ ആ ഡോക്ടർ കരുണാകരൻ എടുത്തപ്പം എൻ്റെ പകുതിയെ ഞാൻ കേട്ടു. റേഞ്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോഴും കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഇടയ്ക്ക് എന്റെ റേഞ്ച് ഇവിടുത്തെ പ്രശ്നമാണോ സാറിന്റെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. ഇടയ്ക്കൊന്ന് അന്നേരം എമോഷൻ ആണെങ്കിൽ പറയണേ, അന്നേരം ഞാൻ കുഴപ്പമില്ല. ആന്റിസിപ്പേറ്റിംഗ്, ആൻസൈറ്റി, ഡിപ്രസ്ഡ്, despair of recovery, don't like consolation, fear of crowd, disease, death, grief, hurry, worry,
anger, irritability, mildness, unkind, changeable mood, bothersome, restlessness, slowness, weeping mood, ailments from anger, news, fear, emotions, pride, grief, joy, disappointment, aversion to life, noise, music. Now it is we will come to physical examination. ഏതായാലും 10 മിനിറ്റ് ആകുമ്പോൾ എന്നോടൊന്ന് പറയണം. ഇനി ഒരു 15 മിനിറ്റ് 10-12 ആവും. എന്നാലും 5-10 മിനിറ്റിലുള്ളപ്പോ പറയണേ, ഡിസ്കഷൻ വേണേ. ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കാനും ക്വസ്റ്റ്യനോ ഉണ്ടെങ്കിൽ വേണം. ഞാൻ എപ്പോഴാണെന്ന് പറഞ്ഞാൽ നിർത്തിയേക്കാം. ഞാൻ ഇച്ചിരി സ്പീഡിലാണ് പോകുന്നത്. 2-3 ആക്കണ്ടോ എന്ന് വിചാരിച്ചിട്ടാ. ഫിസിക്കൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇയർ നോസ് ത്രോട്ട് എക്സാമിനേഷൻ, ലബോറട്ടറി എക്സാമിനേഷൻ, ബ്ലഡ് ഹീമോഗ്ലോബിൻ, WBC, ഡിഫറൻഷ്യൽ കൗണ്ട്, ഇയോസിനോഫിൽ, GFR, കൊളസ്ട്രോൾ, ഷുഗർ ഫാസ്റ്റിംഗ്, BP, RBC, റാൻഡം urine, albumin, sugar, bile, pulses, RBC, etc. Pieces, ova or cyst, sputum, aspirate basically, or any other. X-rays, ECGs, TANI, and MRI, etc. EEG, etc. Miasmatic expression. Now we must have to go for miasmatic expression. സോറയ്ക്ക് എന്തൊക്കെയാണ്? ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാണും, എമോഷൻ കാണും, ഇന്റലക്ച്വൽ ആയിരിക്കും, ഫിസിക്കൽ, തിൻ മ്യൂക്കസ് മെംബ്രെയിൻ, സപ്രഷൻസ്, എൻഡോക്രൈൻ ഇംബാലൻസ് കാണും. സോറയ്ക്കാണ്. സൈക്കോസിസ് ആണെങ്കിൽ എന്നാ കാണും? അതിൻ്റെ അകത്ത് സൈക്കോസിസ് ആണെങ്കിൽ ഹൈപ്പർട്രോഫി, എക്സുഡേഷൻ, സ്പാസം, ഇഡിമ കാണും. ഈ ട്യൂബർകുലർ അതൊക്കെ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി പറയണേ. അന്നേരം സമയം ഇന്നുകൊണ്ട് തീരാതെ വരും. അത്രേ ഉള്ളൂ. അന്നേരം ആയിക്കോട്ടെ. സൈക്കോസിസ് ആണ് പറയുന്നത്. ഹൈപ്പർട്രോഫി എന്തെങ്കിലും കാണും, എക്സുഡേഷൻ കാണും, സ്പാസം കാണും, ഇടിമ ഉണ്ടെങ്കിൽ, എല്ലാ എക്സസൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ സൈക്കോസിസ് വരും. പിന്നെ ട്യൂബർകുലർ അൾസറേഷൻ കാണും, ബ്ലീഡിങ്, സപ്പുറേഷൻ കാണും, ഫൈബ്രോസിസ് കാണും, എമാസിയേഷൻ. ഇതിനെ രണ്ടിന് കൂടെ വന്നാൽ ഓൾട്ടർനേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് വരും. പിന്നെ സിബിലിറ്റി വന്നാൽ എന്നാക്ക് വരും? ഡിസ്ട്രാക്ഷൻ, എമോഷണൽ, ഇന്റലക്ച്വൽ, ഫിസിക്കൽ ആൻഡ് ഡീജനറേഷൻസ്. പലതും ഇപ്പോൾ ഒരുപാട് കേസുകൾ നമുക്ക് സിബിലിറ്റിക് മിയാസം, മിക്സഡ് മിയാസമാണ് വരുന്നത്. സിംഗിൾ മിയാസം കിട്ടാൻ പ്രയാസമാണ്. ഇനി അധികം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇനി 10 മിനിറ്റേ ഉള്ളെന്ന് എനിക്കറിയാം. 10-15 മിനിറ്റേ ഇല്ലേ? എത്ര മിനിറ്റ്? 15. 5 മിനിറ്റ് കൂടെ പറയാം, എന്നിട്ട് 10 മിനിറ്റ് ഇത് വെക്കാം. ഒരു ഭാഗത്ത് എഴുതുക. പോയിന്റ് ഇൻ ഫേവർ ഓഫ് ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഡയഗ്നോസിസ് ഓഫ് ദി പേഷ്യൻറ്റ്, ഡയഗ്നോസിസ് ഓഫ് ദി ഡിസീസ്, ഡയഗ്നോസിസ് ഓഫ് 3 ഹോമിയോപ്പതി വേണം. പിന്നെ പ്രിസിഷൻ ബേസ്ഡ് ആണ്. ഏത് അക്യൂട്ട് ആണോ, കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ, മിയാസ്മാറ്റിക് ആണോ, ഇതൊക്കെ പ്രത്യേകം തിരിച്ചറിയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏതാണ്, അക്യൂട്ടിൽ ഏതാണ്, ഇന്റർ കറന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതേതാണ്. പിന്നെ ഡയറ്റ് ആൻഡ് റെജിമെൻ, ആഹാര വികാര വിചാരങ്ങൾ മെഡിസിൻ്റെ സമയത്ത് വളരെ കറക്റ്റ് ആയിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഇനിയുള്ള ഷീറ്റിൽ ഡേറ്റ്, വയസ്സ്, സിംറ്റംസ് വയസ്സ്, പിന്നെ പ്രിസ്ക്രിപ്ഷൻ. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. ഇനി സാമ്പിൾ കേസോ അങ്ങനെയുള്ളതെല്ലാം വേണമെങ്കിൽ വേറൊരു സെമിനാറിലാക്കാം. ഇനിയുള്ളവർക്ക് ഇവിടെ ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ ഹരിഹരനും ഒക്കെ ഉണ്ടായിരുന്നു. ഉണ്ടോ അറിയത്തില്ല. ഡോക്ടർ ഹരിഹരൻ, പിന്നെ എന്നാ ഡോക്ടർ ഐസക്, ഉണ്ടെങ്കിൽ അവരൊക്കെ പോയത്. അവരൊക്കെ പറയട്ടെ.
പിന്നെ സാറ് ഒത്തിരി ഒരുപാട് കാര്യങ്ങളാണ് ഈ പറഞ്ഞ പോലെ കുറച്ചൊരു സ്പീഡ് ആയതുകൊണ്ട് ഇത് ഒരുപാട് തന്നെ തീർത്തോട്ടെ, രണ്ടാമത് ഒരെണ്ണം കൂടെ വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങ് കിട്ടുന്നുള്ളത്. അപ്പൊ ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കും ബ്രേക്ക് ചവിട്ടണം, ക്ലച്ച് ചവിട്ടണം, പിന്നെ സ്റ്റിയറിംഗ് തിരിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാണ് ഒരു കേസ് വരുമ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടെണ്ണം 4 ആക്കണം, അന്നേരം പതിയെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു വരാൻ. അല്ല അതിലിപ്പോ ഒരു കേസ് വരുമ്പോ ഇതെല്ലാം നമ്മൾ ചോദിക്കേണ്ടി വരില്ലല്ലോ. ഒരു പെയിൻ ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് മാത്രം, പിന്നെ കുറച്ച് പാസ്റ്റ് ഹിസ്റ്ററി മതി. അത് തന്നെ എന്താ വേറെ ഒന്നുണ്ട്. എല്ലാരും വിചാരിക്കുന്ന മെറ്റീരിയൽ പഠിക്കുമ്പോ അതിനുള്ള എല്ലാ സിംറ്റവും എന്നെ പലപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട്. സംശയം എല്ലാ ഡോക്ടറെ അതിൻ്റെ അകത്ത് ഈ പ്രയോണിക്കാത്തോടെ എല്ലാ സിംറ്റവും ഇല്ലല്ലോ. റെസ്റ്റോക്സിലുള്ള എല്ലാം കാണുമെന്നില്ല. ജനങ്ങളിൽ പ്രൂവ് ചെയ്തിട്ട് കിട്ടിയ സിംറ്റമാണ്. അത് ആയിരക്കണക്കിന് ആൾക്കാർ സിംറ്റം വേണമെന്നില്ല. ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്ന അതെല്ലാം കിട്ടിയാലേ അത് പ്രയോണിയായോ റെസ്റ്റോക്സോ സൾഫറോ പൾസാറ്റിലായോ എന്നുള്ളത്. അങ്ങനെയല്ല. നമുക്ക് അതായത് ക്യാരക്ടറിസ്റ്റിക് സിംറ്റം എന്ന് പറയും. അതാണ് പ്രധാനം നോക്കേണ്ടത്. നമ്മൾ ഇറ്റാലിക്സിൽ എഴുതിയിട്ടില്ലേ, അതിന് റെഡ് ലൈൻ സിംറ്റം വേണേൽ വിളിക്കാം. അങ്ങനെ നമ്മളത് നോക്കി പ്രത്യേകം നോട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ എളുപ്പമാണ് നമുക്ക് ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസ്. ഓക്കെ സാറേ, ഒരുപാട് നല്ല അറിവുകളാണ് സാർ പറഞ്ഞത്. എന്തായാലും നമുക്ക് ഡിസ്കഷനിലേക്ക് പോവാം. മറ്റു ഡോക്ടേഴ്സിന് എന്താണ് പറയാനുള്ളത്, വല്ല സംശയമുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളതെന്ന് നോക്കാം. ഹരിഹരൻ സാറുടെ വീഡിയോ ഓണാക്കിയിരിക്കുകയാണ്. ലതാ മനോഹരൻ ഡോക്ടറുണ്ട്. ഹരിഹരൻ സാറിലേക്ക് പോകാം. സാറിന് എന്താണ് പറയാനുള്ളത് ഇന്നത്തെ ക്ലാസ്? ഇത് സൂപ്പർ ഫാസ്റ്റ് പോയ മാതിരിയാ പോയ. സോറി കേട്ടോ, ക്ഷമിക്കണം. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് വിളിച്ചാൽ പറഞ്ഞുതരാം. അൺമ്യൂട്ട് ചെയ്തില്ല. അൺമ്യൂട്ട് ചെയ്തേ ഹരിഹരൻ സാറ്. അൺമ്യൂട്ട് ചെയ്ത് ഞാന്. ഡോക്ടർ കുറുപ്പ് സാർ നമസ്കാരം. അങ്ങയുടെ ക്ലാസ് നമസ്കാരം. അങ്ങയുടെ പ്രസന്റ് ചെയ്ത കേസ് ടേക്കിംഗ് ഫോം എന്ന് പറയുന്നത് വളരെ വിപുലമായ കേസ് ടേക്കിംഗ് ഫോമാണ്. പിന്നെ ഞങ്ങളെപ്പോലുള്ള കൊച്ചു കൊച്ചു ഡോക്ടർമാര് ഇത്രയൊന്നും നോക്കാറില്ല. ഞങ്ങള് ഈ പറഞ്ഞ രീതിയിൽ ഒരു 3 എണ്ണം ഒപ്പിച്ച് കിട്ടിയാൽ അതിന് പ്രിസ്ക്രൈബ് ചെയ്യും. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത്രയൊന്നും വിപുലമായിട്ടൊന്നും കേസ് എടുക്കാൻ സമയവും ഇല്ല, ഒന്നുമില്ല. എന്താ വെച്ചാൽ നമ്മള് ഒരു ചെറിയ ഒരു വൃത്തത്തിൽ ആണ് ചികിത്സയൊക്കെ. ഇത്രയും വലിയ രീതിയിലൊന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ ഡോക്ടർ കുറുപ്പിന്റെ ക്ലാസ് എന്നും ഗംഭീരമാണല്ലോ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇന്ന് ഒരു പൊൻതൂവൽ കൂടെ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നന്നായിരിക്കുന്നു. ഇനിയും ഡോക്ടർ ഇതുപോലുള്ള കേസ് റെക്കോർഡ് വെച്ചിട്ട് ഏതെങ്കിലും കേസുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രസന്റ് ചെയ്താൽ ഞങ്ങൾക്കെല്ലാം കേൾക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഈ നല്ല ക്ലാസ് എന്നാണ് പറയാനുള്ളൂ. താങ്ക് യു വെരി മച്ച്. ഇതിനിടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് നമ്മൾ ആദ്യമൊക്കെ സൈക്കിള് ഓടിക്കുന്നത് ഇടയ്ക്കൂടെ പെടലയിലിട്ടിട്ട് ചവിട്ടിയ, പിന്നെ കയറി ഇരുന്നിട്ട് പിന്നെ ഒരു ദിവസം വരും സൈക്കിളിൽ ഇരുന്നിട്ട് ചുമ്മാ അങ്ങ് വിട്ടാൽ മതി, അതങ്ങ് പോക്കോളും. അതുപോലെ ഭാരത് ഇവരൊക്കെ വളരെ വർഷം 40-45 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ ഇത്രയും ഡീറ്റെയിൽസ് പോകണമെന്നില്ല. ഇതിപ്പം നമ്മൾ കേസ് റെക്കോർഡ് 10-25 കേസ് റെക്കോർഡ് ഇന്റർനാഷണലി ഫേമസ് ആയിട്ടുള്ളവരുടെ പെർഫോമ വെച്ചിട്ടുണ്ടാക്കിയ എളുപ്പത്തിന് ഇത്രയും സമയം എടുക്കുകയില്ല. പക്ഷേ ക്രോണിക് കേസിൽ വേണം, അക്യൂട്ട് കേസിലാണ് നമുക്ക് അക്യൂട്ട് സിംറ്റംസ് ക്ലിയർ ആയിട്ട് കിട്ടും. അതായത് എന്നാ എന്ന് പറയുന്നത്, ഈ കാരക്ടറിസ്റ്റിക് സിംറ്റം, റെഡ് ലൈൻ സിംറ്റംസ് ഒക്കെ നമുക്ക് ശരിക്കും കിട്ടും അക്യൂട്ട് കേസിൽ. ഇത് ക്രോണിക് കേസിന്റെ കാര്യമാണ് ഇത് പറഞ്ഞത്. ഇങ്ങനെ കുറയാതെ വരുമ്പോൾ റെപ്പർട്ടൈസേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ
ഇതുപോലെ നമ്മൾ കേസുകൾ വളരെ എടുത്താൽ മാത്രമേ അത് നമ്മൾ വിട്ടുപോകും. അവിടെ ഇവിടെയായിട്ട് കേസ് ടേക്കിങ് ശരിയായി. കേസ് ടേക്കിങ് എപ്പോഴും ഒരു ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ ശരിയാകില്ലെങ്കിൽ അതിന്റെ പുറത്ത് കിട്ടിയാൽ നിൽക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് കേസ് ടേക്കിങ് സൗണ്ട് കുറഞ്ഞു വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേസ് ടേക്കിങ്. ഇപ്പൊ കേട്ടോ? കേക്കാം. അതിന്റെ ഫൗണ്ടേഷൻ ഒരു ഫൗണ്ടേഷൻ പോലെയാണ്. ഒരു കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ എങ്ങനെ സ്ട്രോങ് ആണോ അത്രയും സ്ട്രോങ് കേസ് ടേക്കിങ് ശരിയാണെങ്കിൽ പിന്നെ അതിന്റെ പുറത്ത് നമുക്ക് എപ്പം വേണേലും എടുക്കുന്നത് ശരിയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും എടുക്കേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് ഞാൻ ഡോക്ടർ ഹരിഹരൻ പറഞ്ഞ വേണ്ട എന്തൊക്കെ പരിചയമുള്ളവരാ അവരൊക്കെ എന്ന് എനിക്ക് അറിയാം. ന്യൂ ജനറേഷൻ ഡോക്ടേഴ്സിനും പിന്നെ ഞാൻ ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരു ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ പനിക്ക് ഞാൻ ഇങ്ങനെ എല്ലാവരും ഇടയ്ക്കൊക്കെ എൻ്റെ കൂടെ പഠിച്ചവരെ വിളിക്കും, എന്നോട് സംശയം ചോദിക്കുന്നവരെ വിളിക്കും, എന്നാലും ഞാൻ നിങ്ങളുടെ പനിക്കൊക്കെ എന്നെ മരുന്ന് എന്നാലും അതിൻ്റെ 75 എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല. ഞാൻ കൊടുത്തിട്ടില്ല. അത് പറഞ്ഞു 2 അല്ല 3 ദിവസത്തിനൊക്കെ ഇത് കൊടുത്താൽ നിൽക്കും. വേറെ അതായത് ഞാൻ ചിലപ്പോൾ ചിലരോട് ചോദിക്കും, പഠിച്ചവരും എന്നോട് സംശയം ചോദിക്കുന്നവരും ചോദിക്കും, പനിക്കൊക്കെ എന്നതാ മെഡിസിൻ കൊടുക്കും. 1-2 പേര് പറഞ്ഞത്, അതായത് 10-45 വർഷം സ്പെസിഫിക്കാ ഉപയോഗിക്കുന്നത്. ചില കമ്പനിയുടെ സ്പെസിഫിക് ഉണ്ട്. ഇത് മുറിഞ്ഞു പോകുന്നു ശരിക്കും മുഴുവൻ കേൾക്കാൻ പറ്റാ. ചോദിച്ചപ്പോ അവരെങ്ങനെ കൊടുക്കുന്നതെന്നാ പറഞ്ഞ അതൊന്ന് വ്യക്തമായിട്ട് പറയണം. സ്പെസിഫിക് കേക്കാവോ? കേട്ടോ? സ്പെസിഫിക് കമ്പനിയുണ്ട് പല മരുന്ന്. അതായത് ഒന്ന് ചൈനയാണ്, ഒന്ന് പ്രംബോസ് ആണ്, ഒന്ന് പൈറോജിനമാണ്, പിന്നെ കാരിമൂറുണ്ട്. അതിനകത്ത് അങ്ങനെ കുറെ മരുന്നുകൾ, ഒരു 10 കൂട്ടം മരുന്നുകൾ. അതവർ പറയുമ്പോൾ 1 ദിവസം 2 ദിവസം കൊടുത്ത് പിന്നെ ബാക്കി തന്നെ പറഞ്ഞോളൂ എന്നാ പറയുന്നത്. എനിക്കറിയാവുന്നവരോട് ചോദിച്ചപ്പോ പിന്നെ വേറെ ജനങ്ങളുണ്ട്. നല്ല രസകരമായിരിക്കും. കുപ്പിക്കകത്ത് ABC എന്നുള്ള കുപ്പിക്കകത്ത് ഇങ്ങനെ മാറി മാറി വെച്ചിരിക്കുക. എന്നിട്ട് ഒരു ഈ ABCD എന്നുള്ളതിൻ്റെ അകത്തുനിന്ന് 4 എടുത്തിട്ട് ഇത് 2 മണിക്കൂറായിട്ട് ഇട്ട് കഴിച്ചോളാൻ പറയും. അവർക്കും റിസൾട്ട് ഉണ്ടെന്നാ പറയുന്നത്. എനിക്കറിയാൻ പറ്റില്ല അവർക്ക് എന്തുമാത്രം 5-6 മെഡിസിൻ മിക്സ് ചെയ്ത് കൊടുക്കുമെന്നാണോ പറഞ്ഞത്? അതെ, ഈ 5-6 മെഡിസിനും ഈ ഗ്യാസ് ഇട്ട് കൊടുക്കുമെന്നാണോ പറഞ്ഞത്? സോറി, ഞാൻ ആരെയും കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ല, സത്യം. ഡോക്ടറെ എനിക്ക് അതിശയില്ല. ഞാന് ഒരു ഹോമിയോ ഡോക്ടറെ പരിചയപ്പെട്ടു. അപ്പൊ അയാൾ എന്താ ചെയ്യുന്നറിയാമോ? അയാൾ എന്താ ചോദിച്ചാൽ അയാളുടെ മുൻവശത്ത് 4 പിന്നെ ഈ ചെറിയ ബോക്സ് ഇരിപ്പുണ്ട്. അതിനകത്ത് ഈ പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അയാൾ എന്തിനൊക്കെ അറിയാവോ? കുറിയിടും. അവിടെ 4 1 2 3 4 എന്നും പറഞ്ഞ് ഈ ടോക്കൺ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇയാൾ ഈ പേഷ്യന്റിനെ നോക്കിയിട്ട് അതിൽ നിന്ന് ഒരു ടോക്കണിങ് എടുത്ത് നോക്കുമ്പോ 4. അപ്പൊ ആ 4ാമത്തെ പാത്രത്തിൽ നിന്ന് ഒരു കുപ്പി ഗുളികയും എല്ലാം കൂടെ എടുത്തു കൊടുക്കും. അയാൾ അതും കൊണ്ടങ്ങ് പോകും. പേഷ്യന്റ് അതും കൊണ്ട് പോകും. ഇയാൾക്ക് എന്നാ അയാൾ പറയുന്നത് ഈ രോഗം ഭേദമാകുന്നുണ്ടെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞു, നമസ്കാരം, എനിക്കറിയാൻ മേല, ഞാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനത്തെ ഹോമിയോ ഡോക്ടർമാരുണ്ടെന്ന് ഞാൻ പറയുക. എന്തൊരു അപജയം എന്ന് ഞാൻ ചിന്തിക്കുക. ഞാൻ വേർന്നു കൊണ്ടല്ല, സാറ് പറയുന്നതിൽ ആ കേൾക്കേണ്ട ഭാഗം വരുമ്പോ മുറിഞ്ഞു പോവുകയാണ്. ചികിത്സിച്ചാൽ 4 ദിവസം, 4 ദിവസം അങ്ങനെ പറയുന്ന. ചക്കപ്പഴം നിന്നിട്ട് വയറ്റുവേദന എന്ന് വിചാരിച്ചു, ചക്കപ്പഴം നിന്നിട്ട് വയറ്റുവേദന എന്ന് വിചാരിച്ചു, 2
അതിന് പ്രത്യേകം അടുത്തത് ഡോക്ടർ ശൈല പറഞ്ഞു ശരിയാ. ആ കറക്റ്റ് ഭാഗം വരെ എന്നാ പറഞ്ഞ ഞാൻ കേട്ടില്ല, ഇവിടെ ഇന്ററപ്ഷൻ ഉണ്ട്. അതായത് സാറ് വേറൊരു വ്യക്തിയോട് ചോദിച്ചെന്ന്, വേറൊരു ഡോക്ടറോട് ചോദിച്ചെന്ന് പറഞ്ഞില്ലേ? അപ്പോഴും 5-6 മെഡിസിന്റെ പേര് സാറ് പറഞ്ഞു. പക്ഷെ അത് എങ്ങനെ കൊടുക്കും? ഒന്നിച്ചാണോ അതേ മിക്സി ഒന്നിച്ചൊരു കുപ്പിക്കകത്തോട്ട് ഒരു കുപ്പി കുറച്ച് ഒരൗൺസ് ബോട്ടിലിനകത്ത് 20-30 കുടിയെ ഇട്ടിട്ട് ഇതിൽ എല്ലാത്തിനും ഓരോ കുടിയും ഒഴിക്കും. അത് അപ്പോഴും ക്ലിയർ ഇല്ല. ആ ഭാഗം പറയാൻ വന്നപ്പോഴത്തേക്ക് എപ്പോഴും മുറിഞ്ഞുകൂടും. അത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇപ്പോഴാണ് പറ്റിയത്. അതാണ് ഞാൻ അടുത്ത ലതാ മനോഹരൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്ത്. ലതാ മനോഹരൻ ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം. ഡോക്ടറെ സംസാരിച്ചു. നന്ദി ശൈല ഡോക്ടറെ. നമസ്കാരം. നമസ്കാരം ശ്രീധരക്കുറുപ്പ് സാറേ. നമസ്കാരം. എനിക്കൊരു അഭിപ്രായം പറയാനേ ഉള്ളൂ. ഈ സോറാസിസ്, സൈക്കോസിസ്, ഈ 3 മാസത്തിന്റെ ഓരോ സിംറ്റംസ് കുറച്ചുകൂടെ എലാബറേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് പറയുകയും അതിന് അക്കോർഡിംഗ് ടു ഏത് മെഡിസിൻ ആണ് വരുന്നതും കൂടെ ചേർത്ത് അടുത്ത ഒരു ക്ലാസ് എടുത്താൽ നല്ലതായിരിക്കും. അടുത്ത ക്ലാസിന്റെ മിയാസത്തെ കുറിച്ച് ആയിക്കോട്ടെ. കംപ്ലീറ്റ് എടുത്തേക്കാം. ഫിസിക്കൽ, മെന്റൽ, എമോഷൻ ലെവലില് ഓർഗൻ വൈസ് ഇവിടെ എല്ലാം എന്തെല്ലാം ചേഞ്ച് ഉണ്ടെന്നും ഏതൊക്കെ മെഡിസിൻ ആണ് വിന്യാസത്തിൽ ഇവിടെ എല്ലാം വരുന്നെന്നും പറയാം. 3-4 ക്ലാസ് വേണ്ടി വരും എല്ലാം എലാബറേറ്റ് ചെയ്ത് പറയണമെങ്കിൽ. ഒരു ക്ലാസ് അതായിക്കോട്ടെ, അടുത്തത് വരുമ്പോ അത് ഞാൻ പറയാം. തീർച്ചയായിട്ടും ഞാൻ അതാണ് ആ ഭാഗം വന്നപ്പോ ഒന്ന് ക്ലിയർ ആയി പക്ഷെ അതിന് തന്നെ ഒരു ക്ലാസ് വേറെ വേണം, അത് വേറെ ഞാൻ എടുക്കാം. തീർച്ചയായിട്ടും. സോറ എങ്ങനെ സിഫിലിസ് അല്ല സൈക്കോസിസ് എങ്ങനെ ഫിസിക്കൽ സിംറ്റം, മെന്റൽ സിംറ്റം, എമോഷണൽ സിംറ്റം, ഓർഗൻ ബൈസ് സിംറ്റംസ് എടുക്കാം. ഓക്കെ. അപ്പൊ ലതാ മനോഹരൻ ഡോക്ടർക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ക്ലാസ് എത്രയും വേഗത്തിൽ പ്രതീക്ഷിക്കാം. ഡോക്ടറെ കണ്ടിട്ട് കുറച്ച് നാളായാലും ഇടയ്ക്ക് നല്ലൊരു ഗ്യാപ്പിൽ കണ്ടില്ല. എന്തായാലും ഇന്ന് കണ്ടതിൽ വളരെ സന്തോഷം. എന്തോ സുഖമില്ലായിരുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. എന്തായാലും മാറി വീണ്ടും വന്നതിൽ വളരെ സന്തോഷം. ഓക്കെ. അപ്പം നമ്മുടെ സമയം ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുപോലുള്ള അഭിപ്രായങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. സമയം കഴിയാറായി. 1 മിനിറ്റ്. പുതിയ ആൾക്കാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആരും ചോദിക്കുന്നില്ല. എന്താണ് പുതിയ ആൾക്കാരാ? എല്ലാവർക്കും എല്ലാം അറിയാം, എല്ലാവർക്കും എല്ലാം മനസ്സിലായി. പിന്നെ മെഡിസിനൽ പാർട്ടൊക്കെ ഇല്ലാത്തത് കൊണ്ട് പലരും കയറി നോക്കിയിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷമായി. മെഡിസിൻ ഉണ്ടെങ്കിലേ എല്ലാവർക്കും കേൾക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉള്ളൂ. എങ്കിൽ മെഡിസിൻ തന്നെ പറഞ്ഞേക്കാം പ്രാവശ്യം. നമുക്ക് മയാസം പറയുമ്പോഴത്തേക്ക് അതിന്റെ ഓരോ മെഡിസിനൽ പാർട്ടും എന്തൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പെട്ടെന്ന് സോറയാണോ, സിഫിലിസ് ആണോ, സൈക്കോസിസ് ആണോ, ട്യൂബർക്കുലാർ ആണോ എന്ന് തിരിച്ചറിയത്തക്കൊണ്ടുള്ള ക്ലാസ് തീർച്ചയായിട്ടും നമുക്ക് വേണം. അങ്ങനെ ഒരു ക്ലാസ്സുമായി എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ക്ലാസ് വേണ്ടി വരും. ഓരോ മിയാസത്തിനും ഓരോ ക്ലാസ്. ഞാൻ ഒരഭിപ്രായം പറയട്ടെ. നിങ്ങൾ ഈ പുതിയ അലൻ സ്കീനോട്ട് വാങ്ങിക്കണം. ലേറ്റസ്റ്റ് അലൻ സ്കീനോട്ട് വാങ്ങിച്ചാൽ എല്ലാ മെഡിസിന്റെയും മയാസം ഉണ്ട്, അതിന്റെ PQRS സിംറ്റം ഉണ്ട്. വെരി ഈസിയാണ്. അങ്ങനെ പുസ്തകം വായിച്ചാൽ ഇത് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അലൻ സ്കീനോട്ടിന്റെ ലേറ്റസ്റ്റ് എഡിഷൻ അല്ല, ഈ മെഡിസിൻ തന്നെ ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ഫോസ്ഫറസ് എടുക്കുകയാണെങ്കിൽ ഫോസ്ഫറസിന്റെ PQRS സിംറ്റം ഉണ്ട്, അത് ഏത് മയാസമാണ് എന്നൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതല്ലേ ഈ മെന്റൽ സിംറ്റംസ് ചിലപ്പോ എല്ലാം ഉണ്ട്. മെന്റൽ സിംറ്റംസ് എല്ലാം ഉണ്ട്. മെന്റൽ സിംറ്റംസ് ഇല്ലെന്നല്ല, ഇന്ന തരത്തിലുള്ള ഇന്ന മെന്റൽ സിംറ്റംസ് സൈക്കോസിസ് ആണോ, സിഫിലിസ് ആണോ, അതേ സോറിക് ലെവലിൽ നിൽക്കുകയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ചില വൈകാരികമായ തലത്തിൽ ഉള്ള ചില റൂബ്രിക്കുകൾ ഉണ്ടല്ലോ, അതിനെ നമ്മള്
അതെല്ലാം അതിനകത്തുണ്ട് ഡോക്ടർ, നമ്മൾ വായിച്ചാൽ മതി, ഈസിയാ. മൈൻഡ് മലീഷ്യസ് അത് ഏത് മയാസത്തിൽ വരും? അതൊക്കെ ഇപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് സമയം ഒരു 2 മിനിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ചെറിയ എക്സാമ്പിൾ ഇല്ല, പറയാം. സമയം ഇപ്പൊ തന്നെ സാറേ, ക്ഷമിക്കുക. അതിന്റെ മാത്രം പറയും. അതിന്റെ മാത്രം പറയാം. ഇപ്പൊ തന്നെ ആസ്മ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ആദ്യം കാണുന്ന സിംറ്റംസ് ഉണ്ടല്ലോ, തുമ്മല്, ചീറ്റല്, സ്നീസിങ്, ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ടോ? സാറേ, അതെല്ലാം കേക്ക് ഡോക്ടറെ, അതെല്ലാം സോറിക് സിംറ്റംസ് ആണ്. സോറിക് സിംറ്റംസ് ആണ് അത്. അപ്പൊ സോറ പ്രിഡോമിനേറ്റ് ആയിട്ടുള്ള എല്ലാ മെഡിസിൻസ് കുറെ ഉണ്ട്. പ്രിഡോമിനേറ്റഡ് സോറ, അതിൽ ഒന്നാണ് ഈ സോറിനം എന്ന് പറയുന്നത്. അത് ഇതുപോലത്തെ അതറിയാം, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറെ മൈൻഡിന്റെ പ്രത്യേക തരം സിംറ്റംസ് ഉണ്ട് ഈ ഒരാളിന്റെ. അതുണ്ട് സൈക്കോട്ടിക് ഉണ്ട്, സിഫിലിസ് ഉണ്ട്, സോറിക്കുണ്ട്. അതൊക്കെയാണ് നമുക്ക് കൂടുതൽ അറിയാം. കാരണം ഒരു മൈൻഡിന്റെ ചില ഡോക്ടറെ അത് ഞാൻ ഒരു മെന്റൽ ഡിസീസിന് എടുക്കുന്ന ഒരു ഫോർമാറ്റ് എന്തെങ്കിലും ഉണ്ട്, കേസ് ടേക്കിംഗ്. അത് എടുക്കുമ്പോൾ സാറിന് വ്യക്തമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് അതായിരിക്കും. അത് ചെയ്യാം. ചെയ്യ്. അല്ല, എന്താണെങ്കിലും വിദ്യാഭ്യാസം അല്ലേ, എന്താണെങ്കിലും അറിവും വിദ്യാഭ്യാസവും അല്ലേ. അത് എത്ര കിട്ടിയാലും മതിയാവൂല. അപ്പൊ അത് തരത്തിലുള്ള ക്ലാസ് കേട്ടോ സാറേ. ഡിസീസ് വൈസ് അല്ല, ഒരു പ്രാവശ്യം ചെയ്യാം. ഇനിയല്ലേ സമയം ഇഷ്ടം പോലെ ഇല്ല. ഇപ്പം എത്രാമത്തെ ദിവസമായത്? 1757 ദിവസം. ഓക്കെ, അപ്പൊ 1700 1800 ആയിക്കട്ടെ. ഇനിയും സമയം കിടക്കല്ലേ, എന്നാലും ഒരുപാട് വൈകാതെ സാറ് വരും പ്രതീക്ഷിക്കുന്നു. ഇന്ന് നല്ലൊരു ക്ലാസ് എടുത്ത സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി ലതാ മനോഹരൻ ഡോക്ടറെ ക്ഷണിക്കും. താങ്ക് യു ശൈല ഡോക്ടറെ. വളരെ വിപുലമായ കേസ് ടേക്കിംഗ് ആണ് സാറിന്റെ. അത് ഇപ്പം ഹരിഹരൻ ഡോക്ടർ പറഞ്ഞതുപോലെ ഒത്തിരി ഒരു വിപുലമായി പോയി എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ട്. അത് എത്ര ഈ ക്രോണിക് കേസിന് തന്നെ വളരെ ഷോർട്ടായിട്ട് അതിൻ്റെ പോയിന്റുകൾ മാത്രം പറഞ്ഞ് അങ്ങനെ ഒരു ഇത് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടെ പിന്നെ ഈസി ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നമുക്കൊരു 5 പേജെങ്കിലും കാണും നമ്മൾ എഴുതി വരുമ്പം വലിയ ഷീറ്റ് പേപ്പറിലാണെങ്കിൽ എന്നാ എനിക്ക് തോന്നുന്നു. ഡോക്ടറെ ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് അത് പ്രിന്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് ചുമ്മാ ഇൻഡുവോ അല്ലെ ഈ ശരിമാർക്കോ അവസ്ഥ ഇട്ടാൽ മതി. പേഷ്യന്റ് പറയുമ്പോൾ ശ്രദ്ധിക്കുക. എന്നിട്ട് അവത്തിന് എവിടൊക്കെയാ വരുന്നത് പോരാത്ത മാത്രം ഫില്ലപ്പ് ചെയ്താൽ മതി. ബാക്കി അങ്ങ് ഡിസ്കാർഡ് ചെയ്ത് അവത്തിൽ തന്നെ ഇരുന്നോട്ടെ. എളുപ്പം. പിന്നെ ലാസ്റ്റ് ഒരു 10-15 മിനിറ്റ് ഇതെല്ലാം കൂടെ അഗ്രിഗേറ്റ് ചെയ്തിട്ട് റോട്ടാറ്റിയോ സിംറ്റംസ് വരുമ്പോ അതെന്ത് പ്രിസ്ക്രിപ്ഷനിൽ ഏതൊക്കെയാണ് നമുക്ക് എടുത്തെന്ന് എടുത്തിട്ട് അഗ്രിഗേറ്റ് ചെയ്യുമ്പോഴും വലിയ അരമണിക്കൂർ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് ചെയ്യാം. ശരി സാറേ. അപ്പൊ നന്ദി. വളരെ വിശദമായ ഒരു വളരെ വിശദമായും വളരെ പ്രയോജനപ്രദമായ കേസ് ടേക്കിംഗ് റെക്കോർഡാണ് സാർ അവതരിപ്പിച്ചത്. അത് വളരെ പ്രയോജനപ്രദമാണ്. ഇതുപോലെ ഈ നമ്മൾ നേരത്തെ റിക്വസ്റ്റ് ചെയ്തതുപോലെ കേസുകളുമായിട്ട് അടുത്ത എത്രയും വേഗം ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇവിടെ വന്ന് ഈ ക്ലാസ്സിൽ ഇന്ന് പങ്കെടുത്ത എല്ലാ ഡോക്ടേഴ്സിൻ്റെയും ഹോമിയോപ്പതി സ്നേഹികളുടെയും പേരിലും IFPSന്റെ പേരിലും നന്ദി, നമസ്കാരം. ഓക്കെ, നന്ദി ലതാ മനോഹരൻ ഡോക്ടറെ. കുറുപ്പ് സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ടും മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.